അൽവാരോ വാസ്കസ് ബ്ലാസ്റ്റേഴ്സിന്റെ മുൻ താരമായിരുന്ന അൽവാരോ വാസ്കസ് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്കിടയിൽ വലിയ തരത്തിൽ ചർച്ചാ വിഷയമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, അഡ്രിയാൻ ലൂണക്ക് പരിക്കേറ്റതോടെ തന്നെ അൽവാരോ വാസ്കസിന്റെ പേര് വലിയ തരത്തിൽ ഉയർന്നു വന്നിരുന്നു. ലൂണക്ക് പകരക്കാരനായി കേരള ബ്ലാസ്റ്റേഴ്സ് അൽവാരോ വാസ്കസിനെ ടീമിലെത്തിക്കാൻ ഒരുങ്ങുന്നു എന്നുള്ള ചില റിപ്പോർട്ടുകളൊക്കെ പുറത്തു വരികയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ അതൊന്നും നമുക്ക് വിശ്വസിക്കാൻ കഴിയാത്തതായിരുന്നു. എന്തായാലും ഇപ്പോൾ പുറത്തുവരുന്ന ചില റിപ്പോർട്ടുകൾ ആരാധകർക്കിടയിൽ വീണ്ടും ചർച്ചാ വിഷയമായി മാറുകയാണ്. അൽവാരോ വാസ്കസ് ക്ലബ്ബ് വിട്ടിരിക്കുകയാണ്. ഫ്രീ ഏജന്റായി പുതിയൊരു ക്ലബ്ബിൽ ജോയിൻ ചെയ്യാൻ ഒരുങ്ങുന്നതായിട്ടുള്ള ചില സൂചനകളും പുറത്തു വരുന്നുണ്ട്. ഏതാ ക്ലബ്ബ് എന്നതിനെ കുറിച്ചുള്ള റിപ്പോർട്ടുകളൊന്നും സൂചനകളൊന്നും ഇതുവരെ ലഭിച്ചിട്ടില്ല. എന്തായാലും അൽവാരോ വാസ്കസ് ഇപ്പോൾ വലിയൊരു ട്രാൻസ്ഫർ സാഗ തന്നെയായി മാറിയിരിക്കുകയാണ് ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്കിടയിൽ. അഡ്രിയാൻ ലൂണക്ക് പകരക്കാരനായി കേരള ബ്ലാസ്റ്റേഴ്സ് അൽവാരോ വാസ്കസിനെ ടീമിലെത്തിക്കുമോ എന്നതാണ് ആരാധകർക്കിടയിലെ വലിയ സംശയം. ഒരുപക്ഷെ ക്വാമെ പെപ്രയെ റിലീസ് ചെയ്തുകൊണ്ട് അൽവാരോ വാസ്കസിനെ സ്ട്രൈക്കറായി ടീമിലെത്തിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. എന്തായാലും ക്വാമെ പെപ്രയെ റിലീസ് ചെയ്യാൻ സാധ്യത കുറവാണ്. കാരണം നമുക്കറിയാം, അദ്ദേഹം ടീമുമായി ഇപ്പോൾ ഒത്തിണക്കം കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും അദ്ദേഹത്തെ റിലീസ് ചെയ്യാതെ അൽവാരോ വാസ്കസിനെ ടീമിലെത്തിക്കുകയാണെങ്കിൽ അതിനാണ് കൂടുതൽ സാധ്യത. 3 സ്ട്രൈക്കർമാരാകും കേരള ബ്ലാസ്റ്റേഴ്സിന്, വിദേശ സ്ട്രൈക്കർമാരാകും. അങ്ങനെയാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് ഇഷാൻ പണ്ഡിതയൊക്കെ ടീം വിടാനുള്ള സാധ്യതയും തള്ളിക്കളയാനാണ്.